പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ മഹേന്ദ്രൻ, ബഹുമാനായ ജില്ലാ കളക്ടർ, ബഹുമാനായ മുനിസിപ്പൽ ചെയർപേഴ്സൺ തുടങ്ങി ബഹുമാനിയുടെ സാന്നിധ്യം ഈ ചടങ്ങിനുണ്ട്. ഓരോ വർഷം കഴിയുന്നവരും ബോട്ട് റേസിൻ്റെ മാനം വർദ്ധിച്ചു വരികയാണ്. അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ ആലപ്പുഴയെ മഹത്തരമാക്കി നിർത്തുന്ന, അതുപോലെ കേരളത്തെ തന്നെ മഹത്തരമാക്കി നിർത്തുന്ന ഒരു വൻ കായിക വിനോദ മേഖലയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായി നമ്മളെ കുട്ടനാടിൻ്റെ കാർഷിക മേഖലയുടെ കരുത്ത് തെളിയിക്കുന്ന തൊഴിൽക്കാരുടെ സംരംഭം എന്നത് ലോകത്തിലെ തന്നെ ജനങ്ങളെ ആകർഷിക്കുന്ന മഹത്തരമായിട്ടുള്ള ഒന്നായി മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷവും ഗംഭീരമായി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് നെഹ്റു ട്രോഫി ബോട്ട് റേസിൻ്റെ കമ്മിറ്റി സംഘാടകരായിട്ടുള്ള ആളുകൾ എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് ആലപ്പുഴയ്ക്ക് ഏറ്റവും ഉയർത്തി കാണിക്കാൻ കഴിയാവുന്ന ഒരു മഹത്തരമായ സംരംഭം ടൂറിസത്തിൻ്റെ വളർച്ചയാണ്. ആ ടൂറിസം വളർച്ചയ്ക്ക് കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ തന്നെ, കേരളത്തിൻ്റെ ടൂറിസം ബ്രാൻഡിങ്ങിൽ തന്നെ തൃശ്ശൂർ പൂരവും ആലപ്പുഴ ബോട്ട് റേസുമാണ് രണ്ട് പ്രധാനപ്പെട്ട ബ്രാൻഡിങ്ങുകൾ. പ്രൊഫഷണലൈസ് ചെയ്യണം നമ്മൾ എല്ലാ കാലത്തും പറയാറുണ്ട്. പക്ഷേ കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായും വിജയത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോഴത്തെയും ന്യൂനതകളിലൊന്ന് തന്നെയാണ്. ഈ വള്ളംകളി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധേയമാക്കാനും അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ലോക നിലവാരത്തിലേക്ക് കൊണ്ടുപോകാനും നല്ല പ്രൊഫഷണൽ ബാക്കിങ് ഇപ്പോൾ ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഹൈ എൻഡ് പ്രൊഫഷണൽ ബാക്കിങ്ങിൻ്റെ കാലം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിന് ഗവൺമെൻറ്റിൻ്റെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്നുള്ള സഹായം കൂടി നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം നമ്മുടെ വള്ളംകളി മലയാളി, ബീങ് എ മലയാളി, കേരളം, നമ്മുടെ കേരളം എന്ന് പറയുമ്പം അത്രയും നമുക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. ലോകത്തിൽ എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു കയ്യടി, അംഗീകാരം, അതാണ് നമ്മുടെ യശസ് എപ്പോഴും നിലനിർത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെഹ്റു ട്രോഫി, 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ഈ ഒരു സമയത്ത് ഭാഗ്യചിഹ്നം എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര കൈ വാങ്ങാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. ആൻഡ് വളരെ അർത്ഥവത്തായ ലോഗോ വേഴാമ്പലാണ്. നമ്മുടെ ഓരോ ഇഴയെടുപ്പവും നമ്മുടെ കേരളത്തിൻ്റെ, നമ്മുടെ തനത് സംസ്കാരത്തിന് മുഖമുദ്രയായി നിർത്താൻ പറ്റിയ മറ്റൊരു ലോഗോ ഉണ്ടോ എന്ന് തന്നെ സംശയം തോന്നും എല്ലാം. അപ്പോൾ എന്തായാലും ഈ ഒരു വള്ളംകളി നടക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇതൊരു മത്സരം എന്നതിനേക്കാട്ടിലും അപ്പുറമായിട്ട് ഓരോ തുഴച്ചിലുകാരനും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മത്സരത്തെക്കാളിലും ഉപരിയായി ഒരുമിച്ച് ഐക്യത്തോടെ മുന്നേറിയാൽ ഏത് പ്രതിസന്ധിയും മറികടക്കാം, ഏത് ലക്ഷ്യത്തിലേക്കും എത്തിച്ചേരാമെന്ന് പറയുന്നൊരു വലിയ സന്ദേശം ഓരോ വള്ളംകളിയും ഓരോ തുഴച്ചിൽക്കാരനും നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും നമ്മുടെ ജീവിതത്തിലും എല്ലാവർക്കും ജാതി മത ഭേദമന്യേ, പണ്ഡിതനോ പാമരനെന്നോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുമിച്ചോ ഒരേ ഐക്യത്തോടു കൂടിയിട്ട് സ്നേഹമായിട്ട്, സന്തോഷമായിട്ട്, സമാധാനമായിട്ട് മുന്നേറാൻ സാധിക്കട്ടെ. ഇതൊരു ആവേശമാണ്. എല്ലാ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും എല്ലാ ആളുകളും ഓരോ വർഷവും ഈ വള്ളംകളി കാണാനായിട്ട് ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. മത്സരത്തെക്കാളിലും ഉപരി ഇതിൻ്റെ ഒരു ആവേശമുണ്ട്. അത് വരും തലമുറയ്ക്കും നമ്മുടെ സംസ്കാരത്തിനും ഒക്കെ അത്രയും മുതൽക്കൂട്ടാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ആലപ്പുഴയുടെ സൗന്ദര്യം, അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ വിനോദസഞ്ചാരത്തിനൊക്കെ അങ്ങേയറ്റം മുതൽക്കൂട്ടാണ്. അതിലൊരു ഈ വർഷത്തെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ എനിക്കും ആഗ്രഹമുണ്ട്. ഞാനും തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ചാൽ ഞാനും ഇപ്രാവശ്യം വള്ളംകളി കാണാനായിട്ട് ഞാനും ഉണ്ടാവും. കുട്ടനാടൻ പുഞ്ചയിലെ തെയ്തോ കൊച്ചു പെണ്ണെ കുയിലാളെ ദിത്തിത്താരാതേ, കുട്ടു വേണം, കുഴൽ വേണം, കുരവ് വേണം, ഓ ദിത്തിത്താരാതിത്തേതകതേതോ, വരവേൽക്കാൻ ആളു വേണം, കോടി തോരണങ്ങൾ
വിജയശ്രീ ലാളിതരായി വരുന്നു ഞങ്ങൾ. ഓദിത്തിത്താരാദിത്തിത്തേതോ ഓദിത്തിത്താരാദിത്തിത്തേ ഒരിക്കൽ കൂടി എന്നെ ഈ നിറഞ്ഞ സ്നേഹാദരങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞു.